വെൽക്കം ടു മൂൺലൂം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. വേറെ നല്ലൊരു ടേബിളാണ്, ഒരു സ്റ്റഡി അല്ലെ സിസ്റ്റം, അങ്ങനെ ലാപ്ടോപ്പ് ക്രാഫ്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെയുള്ളതിനൊക്കെ പറ്റിയൊരു വൈറ്റ് കളർ ഒരു ടേബിളാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ കൂടെ യൂസർ മാനുവലും കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞാൻ നേരത്തെ ഒരു TV സ്റ്റാൻഡ് ബുക്ക് ചെയ്തായിരുന്നു. അന്നേരം അതിന് യൂസർ മാനുവലൊന്നും കിട്ടിയില്ല. ഇതിൻ്റെ കൂടെ കിട്ടി. അതിൻ്റെ കൂടെ കിട്ടാഞ്ഞുകൊണ്ടത് കുറേ പാടുപെട്ടാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ടൊരു ഷെൽഫ് വരുന്നുണ്ട്, ബുക്സൊക്കെ വെക്കാനാണേലും മറ്റു സാധനമൊക്കെ വെക്കാനാണേലും. പിന്നെ ഇതിൻ്റെ വൈറ്റും കുറേ വേരിയൻസ് ഉണ്ട്, 3 വേരിയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വൈറ്റും പിന്നെ വുഡിൻ്റെ ഡാർക്കും ഇച്ചിരി കൂടെ ലൈറ്റ് കളറും. എനിക്ക് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. വൈറ്റിനാണ് കുറച്ചുകൂടെ റേറ്റ് കുറവും, മറ്റേതിന് ഇച്ചിരി കൂടുതലായിരുന്നു. 3000 സംതിങ് കണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും ഞാൻ വീഡിയോസ് അങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടില്ല. നമുക്കിത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന സ്ക്രൂ എന്ന് വെച്ചാൽ ഈ വുഡിൽ തന്നെ മുറുക്കുന്ന ടൈപ്പ് സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ കൂടെ. അത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ നേരത്തെ TV സ്റ്റാൻഡ് മേടിച്ചപ്പോഴും ഈ വെളുത്ത സംഭവം കണ്ടോ, ഈ നട്ട് പോലത്തെ, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വന്നത്. അതെല്ലാം അടിച്ച് കയറ്റേണ്ടി വന്നു. അതുകൊണ്ട് ഇച്ചിരി പാടായിട്ട് തോന്നി. പക്ഷേ ഇതിൻ്റെ കൂടെ അത് സെറ്റായി വന്നതുകൊണ്ട് അത്ര പാട് തോന്നിയില്ല. ഇതെല്ലാം മുറുക്കി കഴിഞ്ഞ് നമ്മൾ മറ്റേ ആ കാലിൻ്റെ പോർഷൻ വരത്തില്ലേ, അവിടെ എടുക്കുമ്പോൾ ഒരു തടി പോലൊരു സംഭവമുണ്ട്. അതിങ്ങനെ അടിച്ച് കയറ്റിയിട്ട് ഇടുക ചെയ്യുന്നത്. അത് ഞാൻ എത്ര നോക്കിയിട്ട് അടിച്ച് കയറ്റിയിട്ട് അങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കയറ്റി. പിന്നെ ഒരു നെറ്റ് പോലൊരു സാധനമുണ്ട്, വലിയ ഒരെണ്ണം. അതിടുന്ന ടൈം ആദ്യമൊന്നും കയറിയില്ല. പിന്നെ അതിൻ്റെ ഇത് മനസ്സിലായത്, ഇച്ചിരി പ്രസ് ചെയ്ത് അമക്കി വെച്ച് തിരിച്ചാലേ അത് സെറ്റാകത്തുള്ളൂ. എനിക്ക് ശക്തിയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. വേറെ ആർക്കും അത് കാണത്തില്ല. എനിക്കിത് ഇതൊന്നും ഇടാനറിയത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി. ഷെൽഫിൻ്റെ പോർഷനായിരുന്നു. അന്നേരം 2 സൈഡിലും ആദ്യം ഒന്ന് വെച്ച് സെറ്റ് ചെയ്യണം. ഇത് ഇച്ചിരി പാടുള്ള പണിയായിരുന്നു. അത് 2 പേരും എല്ലാം ഉണ്ടെങ്കിൽ ഒരാൾ സൈഡിൽ പിടിച്ച് തരുവാണെങ്കിൽ ഓക്കെ. ഞാൻ തന്നെ ആയതുകൊണ്ട് ഇച്ചിരി പാടുപെട്ടു, പ്രശ്നമില്ല. പിന്നെ ഞാൻ ആദ്യം അത് തിരിച്ചു വെച്ചാൽ ചെയ്തത്. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തും ഇപ്പുറത്തെ സൈഡ് അപ്പുറത്തും അങ്ങനെ വന്നു. പിന്നെ അതൊന്നുകൂടി ഊരി പിന്നെ ഇട്ടു. കുറേ സമയം പോയി.
നമ്മുടെ ടേബിൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി എടുത്ത് തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. അടിയിലത്തെ ഇതൊന്നും നോക്കണ്ട, സ്റ്റൂള് അത് സപ്പോർട്ടിന് വെച്ചാണ്. പിന്നെ നമ്മുടെ ടേബിൾ അടിപൊളിയാണ്. പിന്നെ ഇത് മുറുക്കാൻ ഇച്ചിരി പാടുപെട്ടു ഞാൻ. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടത് എനിക്ക് ഒത്തിരി നോക്കിയിട്ടും പറ്റുന്നില്ല. പിന്നെ ഈ ചേട്ടന്മാരോ വല്ല കസിൻസോ വരുമ്പോൾ അവരെ കൊണ്ട് മുറുക്കിക്കണം. പിന്നെ നല്ല യൂസാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് രാത്രിയാണ്. വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ചെയ്ത വീഡിയോ ആയിരുന്നത്. പിന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്ന ഇതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ